Dear friends, welcome to Electron College. So, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഹാമിംഗ് കോഡ്. നമ്മൾ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. സോ ഹാമിംഗ് കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെത്തേഡാണ്. ഇത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എറർ ഡിറ്റക്ഷൻ ആസ് വെൽ ആസ് എറർ കറക്ഷൻ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് മെത്തേഡ് പോലെ തന്നെ ഇവിടെയും നമ്മൾ പാരിറ്റി ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഡേറ്റ 4 ബിറ്റ് ഡേറ്റ ആണെങ്കിൽ യു ഹാവ് ടു യൂസ് സം പാരിറ്റി ബിറ്റ്സ്. ഈ പാരിറ്റി ബിറ്റ്സിൻ്റെ പൊസിഷൻ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കുറേ റൂൾസ് അവൈലബിൾ ആണ്. ആ റൂൾസ് യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഡിസൈഡ് ദ പൊസിഷൻ ഓഫ് പാരിറ്റി ബിറ്റ്സ്. അപ്പോൾ നമ്പർ ഓഫ് പാരിറ്റി ബിറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ഡേറ്റ ബിറ്റ്സ്. നമ്മുടെ മെസ്സേജ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റയുടെ സൈസ് അനുസരിച്ചായിരിക്കും എത്രത്തോളം പാരിറ്റി ബിറ്റ്സ് ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് 7 ബിറ്റ് ഹാമിംഗ് കോഡാണ്. 12 ബിറ്റ് ഹാമിംഗ് ആസ് വെൽ ആസ് 15 ബിറ്റ് ഹാമിംഗ് കോഡ്സും അവൈലബിൾ ആണ്. സെവൻ ബിറ്റ് ഹാമിംഗ് കോഡിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ 7 ബിറ്റ് ഹാമിംഗ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് നോർമലി നമ്മുടെ ഡേറ്റ, നമ്മുടെ മെസ്സേജ് 4 ബിറ്റ്സ്, മെസ്സേജിൻ്റെ ലെന്ത് 4 ബിറ്റ്സ് ആകുമ്പോഴാണ്. മെസ്സേജ് ലെന്ത് ഈസ് 4 ബിറ്റ്സ്. അപ്പോൾ 4 ബിറ്റ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടപ്പോൾ വി വിൽ ആഡ് 3 പാരിറ്റി ബിറ്റ്സ്. ആ 4 ബിറ്റ് മെസ്സേജിൻ്റെ കൂടെ ഒരു 3 പാരിറ്റി ബിറ്റ്സ് കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ 4 + 3 7 ബിറ്റ്സ്. 7 ബിറ്റ് വിൽ ബി ദ കോഡ് സൈസ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കോഡ് സൈസ് എന്ന് പറയുന്നത് 7 ബിറ്റ്സ് ആയിരിക്കും. നമ്മൾ ആ ഒരു 7 ബിറ്റ് ഹാമിംഗ് കോഡിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിറ്റ് പൊസിഷൻസ് ഒന്ന് നോക്കാം. 3, 4, 5, 6, 7. അപ്പോൾ ഇതാണ് നമ്മുടെ 7 ബിറ്റ് ഹാമിംഗ് കോഡ്. അപ്പോൾ ഇവിടെ ഈ 7 ബിറ്റ് ഹാമിംഗ് കോഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 ബിറ്റ്സ് നമ്മൾ മെസ്സേജിന് വേണ്ടിയിട്ടും, അതായത് നമ്മുടെ ഡേറ്റ, 3 ബിറ്റ്സ് പാരിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നു. ആൻഡ് ഈ പാരിറ്റി ബിറ്റ്സിൻ്റെ പൊസിഷൻ ഡിസൈഡ് ചെയ്യാൻ ഈ റൂൾ നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് 2 പവർ n വേർ n ഈക്വൽ ടു 0, 1, 2 etc. നമുക്കത് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഇഫ് n ഈക്വൽ ടു 0, 2 പവർ 0, ദാറ്റ് ഈസ് 2 പവർ 0 ഈക്വൽ ടു 1, ആൻഡ് ദാറ്റ് ഈസ് ദ പൊസിഷൻ ഫോർ പാരിറ്റി. ഫസ്റ്റ് പാരിറ്റി 1. So this position will be given for parity 1. അതായത് നമുക്ക് ബിറ്റിൻ്റെ പൊസിഷൻ ആദ്യം എഴുതാം. 1, 2, 3, 4, 5, 6, 7. ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ് ബിറ്റ്, തേർഡ് ബിറ്റ്, 4, 5, 6, 7th ബിറ്റ്. അപ്പോൾ P1 2 പവർ 0 ഈക്വൽ ടു 1. സോ P1 so that will be the position of first parity. ഇനി n ഈക്വൽ ടു 1 ആണെങ്കിൽ 2 പവർ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2, ആൻഡ് ദാറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് പാരിറ്റി 2, അതായത് 2 ബിറ്റ് പൊസിഷൻ 2. ദെൻ n ഈക്വൽ ടു 3 നോക്കാം. n ഈക്വൽ ടു 3 ആണെങ്കിൽ n ഈക്വൽ ടു 2 അല്ല, 0, 1, 2, n ഈക്വൽ ടു 2. സോ ദാറ്റ് ഈസ് 2 പവർ 2 പവർ n അല്ലേ, നമ്മൾ 2 പവർ 2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4, ആൻഡ് അതായിരിക്കും നെക്സ്റ്റ് പാരിറ്റിയുടെ പൊസിഷൻ. ഇറ്റ് ബി P3, നമുക്ക് P4 എന്ന് എടുക്കാം. സോ നെക്സ്റ്റ് പാരിറ്റിയുടെ പൊസിഷൻ, ഈ ബിറ്റ് പൊസിഷൻ 4 ആയിരിക്കും, അതായത് ഈ പർട്ടിക്കുലർ പൊസിഷൻ. സോ ദിസ് വിൽ ബി ദ നെക്സ്റ്റ് പാരിറ്റി പൊസിഷൻ. നമുക്കതിനെ P4 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. 4 ഈ ഒരു ബിറ്റ് ലൊക്കേഷനാണ് 4. ഇനി n ഈക്വൽ ടു 3 നോക്കുവാണെങ്കിൽ 2 പവർ 3 ദാറ്റ് ഈസ് 8, അത് 2 പവർ 3 ഈക്വൽ ടു 8. സോ 8th പൊസിഷൻ അവൈലബിൾ അല്ല. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 7 ബിറ്റ് ഹാമിംഗ് കോഡാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ബിറ്റ് ഈസ് 7th ബിറ്റ് ആൻഡ് യു ഡോണ്ട് ഹാവ് എ 8th ബിറ്റ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 7 ബിറ്റ് ഹാമിംഗ് കോഡിൽ നമ്മൾ 3 പാരിറ്റി ബിറ്റ്സ് യൂസ് ചെയ്യുന്നു. 3 ബിറ്റ്സ് യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ n ഈക്വൽ ടു 3 യൂസ് ചെയ്യുകയാണെങ്കിലും ബിറ്റ് പൊസിഷൻ വിൽ ബി 8. അത് നമുക്ക് ആവശ്യമില്ല, നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഫോർ എ 7 ബിറ്റ് ഹാമിംഗ് കോഡ് നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടി വരിക 3 പാരിറ്റി ബിറ്റ്സ് ആയിരിക്കും.
അപ്പോൾ അതിൻ്റെ പൊസിഷൻ ആദ്യം ഫിക്സ് ചെയ്യുക, P1, P2, P4. അപ്പോൾ റിമൈനിങ് ബിറ്റ്സ് നമുക്ക് ഡേറ്റ ബിറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഇവിടെ ഒരു ഡേറ്റ ബിറ്റ് യൂസ് ചെയ്യാം, നമുക്കത് D3 എന്ന് സ്പെസിഫൈ ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ഡേറ്റ ബിറ്റ് D5 എന്ന് യൂസ് ചെയ്യാം, ഡേറ്റ ബിറ്റ് D6 എന്ന് യൂസ് ചെയ്യാം, ഡേറ്റ ബിറ്റ് D7 എന്ന് യൂസ് ചെയ്യും. So this is the bit position for Hamming code. അതായത് 3 parity bits and 4 data bits. 3 parity bits and 4 data bits. ഈ പാരിറ്റി ബിറ്റ്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് P1 പാരിറ്റി ബിറ്റ് P1, P2, P3 ഈ P1, P2, P4 ഇതിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടേബിൾ ശ്രദ്ധിക്കുക. സോ ഇതാണ് ബിറ്റ് ലൊക്കേഷൻ 1, 2, 3, 4, 5, 6, 7. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ബിറ്റ് ഡെസിഗ്നേഷൻ പാരിറ്റി. സോ ഈ 3 ബിറ്റ്സും ആണല്ലോ നമ്മുടെ പാരിറ്റി അല്ലേ, P1, P2, P4. റിമൈനിങ് ബിറ്റ്സ് ഡേറ്റ ബിറ്റ്സ് ആണ്. അപ്പോൾ P1 പാരിറ്റി 1 ദാറ്റ് ഈസ് അതിൻ്റെ ഡിപ്പെൻഡൻസീസ് നോക്കണം, ഏതൊക്കെ ബിറ്റ്സുമായിട്ടാണ് ഡിപ്പെൻഡ് ആവുന്നതെന്നുള്ളത്. ഇപ്പോൾ ഡിപ്പെൻഡൻസീസ് മനസ്സിലാക്കാൻ ഈ ഒരു ബൈനറി ലൊക്കേഷൻ നമ്പർ യൂസ് ചെയ്യാം. ഇപ്പോൾ പാരിറ്റി 1 നോക്കുമ്പോൾ ഏത് പൊസിഷനിലാണ് 1 വരുന്നത് നോക്കുക. P1 നമ്മൾ 3 ബിറ്റ് ബൈനറി ഡെസിഗ്നേഷനാണിത്. അപ്പോൾ ഇവിടെ 001 P1 001. സോ ഈ പൊസിഷൻ, ഈ ഒരു 0th പൊസിഷൻ അല്ലേ, ഈ പൊസിഷനിലാണ് 1 വരുന്നത്. അപ്പോൾ ഇതുപോലെ ഏതൊക്കെ ബിറ്റ്സിൽ കറസ്പോണ്ടിങ് പൊസിഷനിൽ 1 വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഈ 0th പൊസിഷനിൽ എവിടെയൊക്കെ 1 വരുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ 0 ആണ്. സോ ഇവിടെ ഇറ്റ് ഈസ് ഹിയർ അല്ലേ, ഇവിടെ ഒരു 1 വരുന്നുണ്ട്. ഇവിടെ ഇല്ല, ഇവിടെ 0 ആണല്ലോ, ആവശ്യമില്ല. ഇവിടെ ഒരു 1 വരുന്നുണ്ട് ആൻഡ് ഇവിടെ ഒരു 1 വരുന്നുണ്ട്. അതായത് P1 ഡിപ്പെൻസ് ഓൺ D3, D5 ആൻഡ് D7. P1 ഡിപ്പെൻസ് ഓൺ D3, D5, D7. സോ P1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 3 ബിറ്റ്സിൻ്റെയും വാല്യൂ എന്താണോ അതനുസരിച്ചായിരിക്കും നമ്മൾ P1ൻ്റെ വാല്യൂ എടുക്കുന്നത്. അതായത് ഈവൻ പാരിറ്റി ആണെങ്കിൽ നമുക്കറിയാമല്ലോ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആയിരിക്കണം. ഓഡ് പാരിറ്റി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഓഡ് ആയിരിക്കണം. സോ P1ൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുമ്പോൾ ഈ 4 ബിറ്റ്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് നോക്കുക. ഈവൻ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ വേണ്ടത് നോക്കുക. അതനുസരിച്ച് P1ൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുക. ഇനി P2 നോക്കാം. P2 ഡിപ്പെൻസ് ഓൺ P2 ഇതാണല്ലോ P2. ഇവിടെ എവിടെയാണ് 1 വരുന്നത്? ഈ പൊസിഷൻ, മിഡിൽ പൊസിഷൻ അല്ലേ, ആ ഒരു മിഡിൽ ബിറ്റിലാണ് 1 വരുന്നത്. ഇതുപോലെ വേറെ എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് നോക്കുക. സോ ഇവിടെ ഒരു ബിറ്റ് വരുന്നുണ്ട് D3 അല്ലേ, D3ൽ ഒരു മിഡിൽ 1 വരുന്നുണ്ട്. ഇവിടെ ആവശ്യമില്ല. D5ൽ ആവശ്യമില്ല. D6 മിഡിൽ ഒരു 1 ബിറ്റ് വരുന്നുണ്ട്. D7 ഒരു 1 ബിറ്റ് വരുന്നുണ്ട്. സോ P2 ഡിപ്പെൻസ് ഓൺ D3 അല്ലേ, D3, D6, D7. D3, D6, D7. സോ P2ൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നോക്കണം. ഈ 4 ബിറ്റ്സിൻ്റെ കോമ്പിനേഷൻ നോക്കണം. ഇൻ സച്ച് എ വേ നമ്പർ ഓഫ് വൺസ് ഈവൻ പാരിറ്റിയോ ഓഡ് പാരിറ്റിയോ ആയിരിക്കണം ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അതുപോലെ P3 നമുക്ക് P3 കൂടെ നോക്കാം. P3 ഡിപ്പെൻസ് ഓൺ P3 എവിടെയാണ്? ദാറ്റ് ഈസ് P4. P3 അല്ല, അത് P4 ആണല്ലോ അല്ലേ, നമ്മൾ P4 എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. P4 1 വരുന്നത് എവിടെയാണെന്ന് നോക്കണം. P4ൽ 1 വരുന്നത് ഇവിടെയാണ് അല്ലേ, അതിൻ്റെ ലാസ്റ്റ് ബിറ്റ്. സോ ഇതുപോലെ ഏതൊക്കെ ബിറ്റ്സിലാണ് ഈ ലാസ്റ്റ് 1 വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ 0 യൂസ് ചെയ്യുന്നത് അല്ലേ, ഇവിടെ 0, ഇതിലും 0 ആണ്. ഇവിടെ ഒരു 1 വരുന്നുണ്ട് ആൻഡ് ഹിയർ ഒരു ലാസ്റ്റ് ബിറ്റ് 1 ആണ്, ഇവിടെയും ലാസ്റ്റ് ബിറ്റ് 1 ആണ്. അപ്പോൾ P4 ഡിപ്പെൻസ് ഓൺ D5, D6, D7. P4 ഡിപ്പെൻസ് ഓൺ D5, D6, D7. അപ്പോൾ P4ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ദിസ് വിൽ ബി ദ ഹാമിംഗ് കോഡ്. ഫൈനലി നമുക്ക് കിട്ടുന്നൊരു വാല്യൂ ദാറ്റ് വിൽ ബി ദ ഹാമിംഗ് കോഡ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 7 ബിറ്റ് ഹാമിംഗ് കോഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മുടെ ബിറ്റ് പൊസിഷൻ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ 7 ബിറ്റ് ഹാമിംഗ് കോഡ് ആകുമ്പോൾ പോസിബിളി യു വിൽ ഗെറ്റ് 3 പാരിറ്റി ബിറ്റ്സ്, 4 ഡേറ്റ ബിറ്റ്സ്.
നമ്മുടെ 4 ഡേറ്റാ ബിറ്റ്സ് എൻകോഡ് ചെയ്യാനാണ് നമ്മൾ 7 ബിറ്റ് ഹാമിംഗ് കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാരിറ്റി ബിറ്റ്സ് ആദ്യം എവിടെയൊക്കെയാണെന്നുള്ളത് ഫിക്സ് ചെയ്യുക പൊസിഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 പവർ n യൂസ് ചെയ്യുന്നത്. 2 പവർ n ഇപ്പോൾ n = 0 ആണെങ്കിൽ യു വിൽ ഗെറ്റ് 1. ഇസ് ഇറ്റ് 2 പവർ 0? 2 പവർ 0 ആണെങ്കിൽ 1. ദാറ്റ് വിൽ ബി ദ പൊസിഷൻ ഫോർ പാരിറ്റി 1. അതുപോലെ n = 2 ആണെങ്കിൽ യു വിൽ ഗെറ്റ് 2. ദാറ്റ് വിൽ പൊസിഷൻ ഫോർ പാരിറ്റി 2. ഇപ്പോൾ n = 3 ആണെങ്കിൽ n = 2 ആണെങ്കിൽ നമുക്ക് 4 ആയിരിക്കും കിട്ടുന്നത്. 2 പവർ 2 4. ദാറ്റ് ഈസ് ദ പൊസിഷൻ ഫോർ P4. പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 3 ആകുമ്പോഴേക്കും പൊസിഷൻ 8 ആവും. അപ്പോൾ അതിവിടെ ആവശ്യമില്ല. നമുക്ക് മാക്സിമം പൊസിഷൻ അവൈലബിൾ പൊസിഷൻ 7 ആണ്. അപ്പോൾ 3 ബിറ്റ്സ് ഹാസ് ടു ബി യൂസ്ഡ് ആസ് പാരിറ്റി ബിറ്റ്സ്. അപ്പോൾ റിമൈനിങ് ബിറ്റ്സ് നമുക്ക് ഡേറ്റാ ബിറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഈ ഡിപ്പെൻഡൻസീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. 7 ബിറ്റ് ഹാമിംഗ് കോഡിൽ ഇപ്പോൾ P1 ഡിപ്പെൻഡ്സ് ഓൺ D3 D5 D7, P2 ഡിപ്പെൻഡ്സ് ഓൺ D3 D6 D7 ആൻഡ് P4 ഡിപ്പെൻഡ്സ് ഓൺ D5 D6 D7. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് P1 P2 P4ൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ജനറേറ്റ് ദ 7 ബിറ്റ് ഹാമിംഗ് കോഡ് ഫോർ ദ ഡേറ്റ 1101. അപ്പോൾ ഇവിടെ മെസ്സേജ് ബിറ്റ് 4 ബിറ്റ്സ് ആണ്. നമ്മുടെ ഡേറ്റ ബിറ്റ് 4 ബിറ്റ്. ഇതിൻ്റെ 7 ബിറ്റ് ഹാമിംഗ് കോഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ബിറ്റ് പൊസിഷൻസ് എഴുതാം. 7 ബിറ്റ്സ് ആണല്ലോ. 7 ബിറ്റ്സ് പൊസിഷൻസ് നമുക്ക് ആൾറെഡി അറിയാം അല്ലേ? P1 P2 ദിസ് ഈസ് D3 P4 D5 D6 D7. സോ പാരിറ്റി ബിറ്റ്സിൻ്റെ പൊസിഷൻ നമ്മൾ ആൾറെഡി നമുക്കറിയാം. 7 ബിറ്റ് ഹാമിംഗ് കോഡ് ആണെങ്കിൽ ഇത് തന്നെയാണ് പൊസിഷൻ. ഈ പൊസിഷൻ മാറുന്നില്ലല്ലോ. നമ്മൾ ആൾറെഡി അത് കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ 7 ബിറ്റ് ഹാമിംഗ് കോഡ് ആണെങ്കിൽ ഈ പൊസിഷൻ തന്നെ യൂസ് ചെയ്യാം. ഇതിലൊരിക്കലും ഇനി ഡിഫറൻസ് ചേഞ്ചസ് വരാൻ പോസിബിലിറ്റീസ് ഇല്ല. സോ P1 P2 D3 P4 D5 D6 D7. ദെൻ നമുക്ക് ഈ ഡേറ്റാ ബിറ്റ്സ് ഇവിടെ അങ്ങ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഡേറ്റാ ബിറ്റ് ഈസ് 1101. സോ എന്താണ് 1101 എന്ന് പറയുമ്പോൾ D3 അല്ലേ ഡേറ്റാ ബിറ്റ്. സോ 1 D5 1 D6 ഈസ് 0 ആൻഡ് D7 ഈസ് 1. 1101 ആസ് സച്ച് നമ്മൾ ഈ ഡേറ്റാ ബിറ്റ്സ് അങ്ങ് യൂസ് ചെയ്യുന്നു. D3 D5 D6 D7. അപ്പോൾ നമുക്ക് വേണ്ടത് ഇനി ഈ പാരിറ്റി ബിറ്റ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാമിംഗ് കോഡ് കഴിഞ്ഞു. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ P1 സോ P1 നമുക്കറിയാമല്ലോ. P1 ഡിപ്പെൻഡ്സ് ഓൺ D3 D5 D7 അല്ലേ? അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് P1 ഡിപ്പെൻഡ്സ് ഓൺ D3 D5 D7. അപ്പോൾ D3യുടെ വാല്യൂ 1 ആണ്, D5ൻ്റെ വാല്യൂ 1 ആണ്, D7ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ഈവൻ പാരിറ്റി, നമ്മൾ ഈവൻ പാരിറ്റി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈവൻ പാരിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വൺസ് ഷുഡ് ബി ഈവൻ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നോക്കുക. ഇവിടെ ആൾറെഡി ഡേറ്റാ ബിറ്റ്സ് അവൈലബിൾ ആണ്. അവിടെ നമ്പർ ഓഫ് വൺസ് എത്രയാണെന്ന് നോക്കുക. 1 2 3. നമ്പർ ഓഫ് വൺസ് ഈസ് 3. നമുക്കിത് ഈവൻ ആകണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് P1 ഷുഡ് ബി 1 അല്ലേ? P1 ഹാസ് ടു ബി 1. P1 1 ആവുമ്പോഴേ ഈ ഒരു കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് വൺസ് വിൽ ബി 4 അല്ലേ? 1 2 3 4 ദാറ്റ് വിൽ ബി ഈവൻ. നമ്മൾ ഈവൻ പാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഈവൻ പാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. സോ P1 ഹാസ് ടു ബി 1. സോ അതിൻ്റെ വാല്യൂ യൂസ് ചെയ്യുക. P1 വിൽ ബി 1. ദെൻ P2. എന്താണ് P2? സോ P2 ഡിപ്പെൻഡ്സ് ഓൺ D3 D6 D7 അല്ലേ? P2 ഡിപ്പെൻഡ്സ് ഓൺ D3 D6 D7. അപ്പോൾ D3 എന്താണ് വാല്യൂ? D3യുടെ വാല്യൂ 1 ആണ്, D6ൻ്റെ വാല്യൂ 0, D7 വാല്യൂ 1 ആണ്. അപ്പോൾ നമ്പർ ഓഫ് വൺസ് നോക്കുക. നമ്പർ ഓഫ് വൺസ് ഇവിടെ ആൾറെഡി 2 ആണ് അല്ലേ? 1 1. സോ നമ്പർ ഓഫ് വൺസ് ഈക്വൽ ടു 2. സോ അപ്പോൾ പാരിറ്റി ആൾറെഡി ഈവൻ ആണ്. ഇറ്റ് ഈസ് ആൾറെഡി ഈവൻ പാരിറ്റി ആണ്. അപ്പോൾ നമുക്ക് പാരിറ്റി 2ൻ്റെ വാല്യൂ 0 ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. കാരണം ഇവിടെ 1 യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ഓഡ് പാരിറ്റി ആവും. ഈ 2ഉം ഈ 1ഉം കൂടെ ആകുമ്പോൾ 3 ദാറ്റ് വിൽ ബി ഓഡ് പാരിറ്റി. അപ്പോൾ ആൾറെഡി ഈവൻ ആയതുകൊണ്ട് P2 നമുക്ക് 0 ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ P4 അല്ലേ? ഇനി P4 നമ്മളിവിടെ കണ്ടായിരുന്നു. P4 ഡിപ്പെൻഡ്സ് ഓൺ D5 D6 D7. സോ P4 ഡിപ്പെൻഡ്സ് ഓൺ D5 D6 D7. അപ്പോൾ D5 എന്താണ്? 1, D6 ഈസ് 0 ആൻഡ് D7 ഈസ് ഓൾസോ 1. അപ്പോൾ നമ്പർ ഓഫ് വൺസ് നോക്കുക. 1 1. സോ ദാറ്റ് ഈസ് 2.
നമ്പർ ഓഫ് വൺസ് 2 ആണ്, അത് ഈവൻ ആണ് അല്ലേ, അത് ആൾറെഡി ഈവൻ ആണ്. ആൾറെഡി ഈവൻ ആയതുകൊണ്ട് നമുക്ക് P4ൻ്റെ വാല്യൂ 0 ആയിട്ട് കീപ്പ് ചെയ്യാം. കാരണം P4ൻ്റെ വാല്യൂ 1 ആയാൽ പിന്നെ അത് ഓഡ് പാരിറ്റി, ഈ ഒരു കോമ്പിനേഷൻ ഓഡ് പാരിറ്റി ആവും. അപ്പോൾ P4 0 ആയിട്ട് കീപ്പ് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി 0. സോ ദിസ് ഈസ് അവർ 7-bit ഹാമിംഗ് കോഡ്. എന്താ 1 0 1 0 1 0 1. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ, 7-bit ഹാമിംഗ് കോഡ്. സോ 4 ബിറ്റ്സ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ 7-bit ഹാമിംഗ് കോഡ് യൂസ് ചെയ്യുന്നു. അതിൽ 3 ബിറ്റ്സ് പാരിറ്റി ബിറ്റ്സ് ആണ്. സോ വി ഹാവ് ജനറേറ്റഡ് അവർ 7-bit ഹാമിംഗ് കോഡ്. നൗ എറർ ഡിറ്റക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ദിസ് ഈസ് അവർ ട്രാൻസ്മിറ്റഡ് ഡേറ്റ കേട്ടോ, ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ. നമ്മുടെ ഹാമിംഗ് കോഡ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. റിസീവർ ഇത് റിസീവ് ചെയ്യുന്നു. ബട്ട് ലെറ്റ് ദ റിസീവ്ഡ് ഡേറ്റ ബി 1 0 0 0 1 0 1. ഇതാണ് നമ്മൾ റിസീവർ റിസീവ് ചെയ്ത ഡേറ്റ. സോ ഫൈൻഡ് എറേഴ്സ് ഇഫ് എനി, ആൻഡ് വി ആർ യൂസിങ് ഈവൻ പാരിറ്റി. അപ്പോൾ നമുക്ക് റിസീവ്ഡ് ഡേറ്റ ആദ്യം എഴുതാം. 1 0 0 0 1 0 1. നമുക്ക് ഇതിൻ്റെ പൊസിഷൻസ് ഓൾറെഡി അറിയാമല്ലോ, നമ്മൾ 7-bit ഹാമിംഗ് കോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊസിഷൻസ് നമുക്കറിയാം. P1 P2 D3 P4 D5 D6 D7. സോ 3 പാരിറ്റി ബിറ്റ്സ് 4 ഡേറ്റ ബിറ്റ്സ്. മാത്രമല്ല നമുക്കറിയാം P1 ഡിപ്പെൻഡ്സ് ഓൺ D3 D5 D7. ഇതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ ചെക്ക് ചെയ്യാം. റിസീവർ ചെയ്യാൻ പോകുന്നത് അതാണ്, പാരിറ്റി ചെക്ക് ചെയ്യുന്നു, അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ D3 D5 D7 ഈ ഒരു കോമ്പിനേഷൻ വാല്യൂ ചെക്ക് ചെയ്യാം. അപ്പോൾ റിസീവ്ഡ് ഡേറ്റയിൽ എന്താണ് P1 ഈസ് 1, എന്താണ് D3 0, D5 എന്താണ് 1, D7 ഈസ് ഓൾസോ 1. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വൺസ് നോക്കുക. നമ്പർ ഓഫ് വൺസ് ഈക്വൽ ടു 1 2 3. നമ്പർ ഓഫ് വൺസ് ഈക്വൽ ടു 3, അതായത് ഇറ്റ് ഈസ് ഓഡ് പാരിറ്റി. പാരിറ്റി ഈസ് ഓഡ്, ഈവൻ പാരിറ്റി അല്ല. നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഈവൻ പാരിറ്റി അല്ല, ഈവൻ പാരിറ്റി ആണ് അല്ലേ. അപ്പോൾ റിസീവ്ഡ് ഡേറ്റയിൽ ഈ ഒരു കോമ്പിനേഷൻ ഓഡ് പാരിറ്റി ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഈസ് സം എറർ. ആ പാരിറ്റി മാച്ച് ആവുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ റിസീവറിന് മനസ്സിലാവും ദർ ഈസ് സം എറർ. ഇനി P2 നോക്കുക. P2 നമുക്കറിയാമല്ലോ, P2ൻ്റെ കോമ്പിനേഷൻ എന്താണ്, D3 D6 D7. അപ്പോൾ വാല്യൂസ് നോക്കുക. P2 ഈസ് 0, D3 ഈസ് ഓൾസോ 0, D6 0, D7 1. ഇവിടെ നമ്പർ ഓഫ് വൺസ് നോക്കുക. നമ്പർ ഓഫ് വൺസ് ഇവിടെ 1 ആണ് അല്ലേ, നമ്പർ ഓഫ് വൺസ് 1 ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഓഡ്. അപ്പോൾ ഈവൻ പാരിറ്റി ഇവിടെയും മെയിൻറ്റൈൻഡ് അല്ല. സോ ദർ ഈസ് സം എറർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് റിസീവർ മനസ്സിലാക്കുന്നു. നൗ P4 നോക്കുക, നമ്മുടെ തേർഡ് പാരിറ്റി ബിറ്റ് P4 നമുക്കറിയാം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ D5 D6 D7 അല്ലേ. P4ൻ്റെ വാല്യൂ എന്താണ്, റിസീവ്ഡ് ഡേറ്റയിൽ P4ൻ്റെ വാല്യൂ 0, D5 D6 D7 വാല്യൂ 1 0 1 1 0 1. ഇവിടെ നമ്പർ ഓഫ് വൺസ് നോക്കുക, 2 ആണ് അല്ലേ, നമ്പർ ഓഫ് വൺസ് 2 ആണ്. സോ ദാറ്റ് ഈസ് ഈവൻ പാരിറ്റി. സോ നോ എറർ, അവിടെ എറർ ഇല്ല, ആ ഒരു കോമ്പിനേഷനിൽ എറർ ഇല്ല. നൗ നമ്മൾ ചെയ്യേണ്ടത് എറർ സംഭവിക്കുന്ന കോമ്പിനേഷൻസിലെ പാരിറ്റി. ഹിയർ P1 അല്ലേ, ഇവിടെ എറർ സംഭവിച്ചിട്ടുണ്ടല്ലോ. സോ P1 എറർ സംഭവിക്കുകയാണെങ്കിൽ ലെറ്റസ് സെറ്റ് ദ വാല്യൂ ഓഫ് P1 ഈക്വൽ ടു 1. എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ആ ഒരു കോമ്പിനേഷനിലെ ആ ഒരു പാരിറ്റി ബിറ്റ് അതിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് കോമ്പിനേഷനിൽ P2 ആണ്, അവിടെയും എറർ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളതിനെ P2 ഈക്വൽ ടു 1. ആൻഡ് തേർഡ് കോമ്പിനേഷൻ P4 ആണ്. സോ P4ൽ എറർ സംഭവിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ P4 ഈക്വൽ ടു 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ റിസീവർ എറർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എററുള്ള കോമ്പിനേഷൻസിലെ പാരിറ്റി ബിറ്റ്സിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. സോ അതായത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു P1 ഈക്വൽ ടു 1, P2 ഈക്വൽ ടു 1 ആൻഡ് P4 ഈക്വൽ ടു 0 അല്ലേ. P1 ഈക്വൽ ടു 1, P2 ഈക്വൽ ടു 1, P4 ഈക്വൽ ടു 0. നൗ
ഈ ഒരു കോമ്പിനേഷൻ എഴുതുക. P4 P2 P1 ഈസ് ഈക്വൽ ടു P4 ഈസ് 0, P2 ഈസ് 1 അല്ലേ, P2 ഈസ് 1, P1 ഈസ് ഓൾസോ 1. Now that is equal to 3 in decimal അല്ലേ. ഇതിൻ്റെ ഡെസിമൽ വാല്യൂ എന്താണ്? 011. ഡെസിമൽ വാല്യൂ ഈസ് 3. So this means that the third bit from left is in error. Third bit from left is in error. വേണമെങ്കിൽ ഈ ഡേറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രം ലെഫ്റ്റ് തേർഡ് ബിറ്റ് ഏതാണ്? ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ് ബിറ്റ്, തേർഡ് ബിറ്റ് അല്ലേ, തേർഡ് ബിറ്റ്. സോ ദിസ് ബിറ്റ് ഈസ് ഇൻ എറർ ആണോ? നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഡേറ്റ എന്താണ്? ഇതാണല്ലോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഡേറ്റ 101001. അപ്പോൾ തേർഡ് ബിറ്റ് ഇവിടെ 1 ആണ് അല്ലേ. ട്രാൻസ്മിറ്റ് ചെയ്ത ഡേറ്റയിൽ തേർഡ് ബിറ്റ് 1 ആണ്. റിസീവ് ചെയ്ത ഡേറ്റയിൽ അത് എറർ തന്നെയാണ്. നമ്മൾ ഇവിടെ റിസീവ് ചെയ്തപ്പോൾ ഇറ്റ് ഈസ് 0. സോ അത് എക്സാക്ട്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ, 3. സോ തേർഡ് ബിറ്റ് ഫ്രം ലെഫ്റ്റ് ഈസ് ഇൻ എറർ. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ മാത്രമല്ല, സിംഗിൾ ബിറ്റ് എറർ ആണ്. സോ ഇത് കറക്ഷന് നമുക്ക് ചെയ്യാം. എങ്ങനെ കറക്റ്റ് ചെയ്യുന്നത്? ജസ്റ്റ് കോംപ്ലിമെൻറ്റ് ഇറ്റ്. ആ തേർഡ് ബിറ്റ് കോംപ്ലിമെൻറ്റ് ചെയ്യുക. കോംപ്ലിമെൻറ്റ് ദ വാല്യൂ ടു കറക്റ്റ് ഇറ്റ്. So this is about 7-bit Hamming code. അപ്പോൾ ഈ പ്രോസസ്സ് വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ ഓർമ്മയുണ്ടാവണം. നമ്മുടെ P1 P2 P4 D3 D5 D6 D7. ഇപ്പോൾ 7-bit ഹാമിംഗ് കോഡ് ആണെങ്കിൽ നമുക്ക് ഈ പൊസിഷൻ തന്നെ ഫിക്സ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഈ ഒരു കോമ്പിനേഷൻ ഓർമ്മയുണ്ടാവണം. P1 D3 D5 D7, P2 D3 D6 D7 ആൻഡ് P4 D5 D6 D7. ഇപ്പോൾ നമ്മൾ ആ പൊസിഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സിമിലർലി റിസീവർ സൈഡിൽ റിസീവർ ചെയ്യുന്നത് ഓരോ പാരിറ്റി കോമ്പിനേഷൻ അത് ചെക്ക് ചെയ്യുന്നു. അതായത് P1ൻ്റെ ഒരു കോമ്പിനേഷൻ, P2 കോമ്പിനേഷൻ, P4 കോമ്പിനേഷൻ ചെക്ക് ചെയ്യുന്നു. നമ്മൾ ഈവൻ പാരിറ്റിയാണ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഈവൻ പാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് പാരിറ്റി ബിറ്റിനെ 0 എന്നും അല്ലെങ്കിൽ 1 എന്നും സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തിട്ട് യു ഹാവ് ടു റൈറ്റ് ദിസ് കോമ്പിനേഷൻ, പാരിറ്റി ബിറ്റ്സിൻ്റെ കോമ്പിനേഷൻ, ആൻഡ് അതിൻ്റെ ഡെസിമൽ വാല്യൂ നോക്കുക. ഡെസിമൽ വാല്യൂ, സോ ദാറ്റ് പൊസിഷൻ വിൽ ബി എറർ. ആ പർട്ടിക്കുലർ എത്ര 3 ആണെങ്കിൽ 3, തേർഡ് ബിറ്റ് ഫ്രം ലെഫ്റ്റ് വിൽ ബി ഇൻ എറർ. സോ യു ഹാവ് ടു കോംപ്ലിമെൻറ്റ് ദ വാല്യൂ ടു കറക്റ്റ് ഇറ്റ്. നമുക്ക് 15-bit ഹാമിംഗ് കോഡിനെ കുറിച്ച് നോക്കാം. 15-bit ഹാമിംഗ് കോഡ്. സോ 15-bit ഹാമിംഗ് കോഡ്സ് നോർമലി യൂസ് ചെയ്യുന്നത് 11 ഡേറ്റാ ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ്. നമുക്ക് 11 ഡേറ്റാ ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നോർമലി 15-bit ഹാമിംഗ് കോഡ്, അതായത് 11 ഡേറ്റാ ബിറ്റ്സിൻ്റെ കൂടെ 4 പാരിറ്റി ബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് 15-bit ഹാമിംഗ് കോഡ്. അതായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഈ ബിറ്റ് പൊസിഷൻ, നമ്മുടെ പൊസിഷൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. P1 ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയാമല്ലോ, ആ പഴയ മെത്തേഡ് തന്നെ 2n. അപ്പോൾ n = 0 1 2 etc. അപ്പോൾ n = 0 ആണെങ്കിൽ 2^0 = 1 അല്ലേ. n = 1 ആണെങ്കിൽ 2^1 = 2. n = 2 ആണെങ്കിൽ 2^2 = 4. So this is the position for parity 1, bit position 1. This is bit position 2, bit position 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. So bit position 1 is for parity 1, bit position 2 is for parity 2, bit position 4 is for parity, bit position 4 is for parity 4, and 2^3 നോക്കാം. 2^3 = 8. So that is for the next parity, അതായത് P8 അല്ലേ. So bit position 8 is P8. ഇനി 2^4ൻ്റെ ആവശ്യമില്ല. 2^4 it will be 16. അപ്പോൾ 16 ഇവിടെ അവൈലബിൾ അല്ല. നമ്മുടെ മാക്സിമം പൊസിഷൻ 15 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ 15-bit ഹാമിംഗ് കോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 4 പാരിറ്റി ബിറ്റ്സ് ഉണ്ടാവും. P1 P2 P4 P8, P1 P2 P4 P8, ആൻഡ് റിമൈനിങ് ബിറ്റ്സ് വിൽ ബി യൂസ്ഡ് ഫോർ ഡേറ്റാ ബിറ്റ്സ്, അതായത് 11 ബിറ്റ്സ്. ഏതൊക്കെ? D3 D5 D6 D7 D9 D10 D11 D12 D13 D14 ആൻഡ് D15.
ഈ പാരിറ്റി ബിറ്റ്സിൻ്റെ ഡിപ്പെൻഡൻസീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ P1 എങ്ങനെയാണ്? P1 ഡിപ്പെൻസ് ഓൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പഴയ മെത്തേഡ് തന്നെ. P1 നോക്കുക. ഫസ്റ്റ് ബിറ്റ് 1 വരുന്ന കോമ്പിനേഷൻസ് നോക്കുക അല്ലേ. ഇവിടെ 1, ഇവിടെ 0, ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു 1 വരുന്നുണ്ട്. ഇവിടെയും ഫസ്റ്റ് ബിറ്റ് 1 ആണ്. ഇവിടെയും ഫസ്റ്റ് ബിറ്റ് 1 ആണ്. ഇവിടെ ഫസ്റ്റ് ബിറ്റ് 1. ഹിയർ ഓൾസോ ഫസ്റ്റ് ബിറ്റ് ഈസ് 1. ഇവിടെയും ഫസ്റ്റ് ബിറ്റ് 1 ആണ്. അപ്പോൾ P1 ഡിപ്പെൻസ് ഓൺ D3 അല്ലേ. P1 ഡിപ്പെൻസ് ഓൺ D3, D5, D7 ശരിയല്ലേ. D7, ദെൻ D9, D11, D13, D15. D9, D11, D13 and D15. പിന്നെ പാരിറ്റി 2, സെക്കൻഡ് പാരിറ്റി 2 നോക്കാം. പാരിറ്റി 2 ഡിപ്പെൻസ് ഓൺ ഇവിടെ സെക്കൻഡ് ബിറ്റ് അല്ലേ. സെക്കൻഡ് ബിറ്റ് 1 വരുന്ന പൊസിഷൻസ് നോക്കുക. ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട് അല്ലേ. സെക്കൻഡ് ബിറ്റ് 1 ആണല്ലോ. ഇവിടെയും സെക്കൻഡ് ബിറ്റ് ഈസ് 1. ദെൻ D10, ഇവിടെയും സെക്കൻഡ് ബിറ്റ് ഈസ് 1. ഇവിടെ സെക്കൻഡ് ബിറ്റ് ഈസ് 1. ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഇല്ല. ഇവിടെയും സെക്കൻഡ് ബിറ്റ് ഈസ് 1. ഇവിടെ സെക്കൻഡ് ബിറ്റ് ഈസ് 1. അപ്പോൾ ആ പൊസിഷൻസ് നോക്കുക. സോ P2 ഡിപ്പെൻസ് ഓൺ D3 അല്ലേ. D3, ദെൻ D6, D3, D6, D7 ശരിയല്ലേ. D7, ഇവിടെ D10, D11, പിന്നെ D14, D15. സിമിലർലി P3 നോക്കുക. P4 ആണ്, P3 അല്ല, അത് P4. സോ P4 എങ്ങനെയാണ് നോക്കേണ്ടത്? തേർഡ് ബിറ്റ് എവിടെയൊക്കെ 1 വരുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ഇവിടെ അല്ലേ P4 തേർഡ് ബിറ്റ് 1 ആണ്. ഇവിടെയും തേർഡ് ബിറ്റ് 1 ആണ്. ഇവിടെയും തേർഡ് ബിറ്റ് 1 ആണ് ശരിയല്ലേ. തേർഡ് ബിറ്റ് ഈസ് 1. ഇവിടെയും അതുപോലെ D7ലും തേർഡ് ബിറ്റ് 1 ആണ്. പിന്നെ ഇവിടെയൊന്നും വരുന്നില്ല, ഇവിടെ ഒന്നുമില്ല. ഇവിടെ D12 തേർഡ് ബിറ്റ് ഈസ് 1. D13 ഓൾസോ തേർഡ് ബിറ്റ് ഈസ് 1. D14 ഓൾസോ അല്ലേ. D14 തേർഡ് ബിറ്റ് ഈസ് 1. D15 ഓൾസോ. അപ്പോൾ ഈ ബിറ്റ്സ് യൂസ് ചെയ്യാം. സോ P4 ഡിപ്പെൻസ് ഓൺ അല്ലേ D5, പിന്നെ D6, D7, D5, D6, D7, D12, D13, D14, D15. D12, D13, D14, D15. Similarly P8. അപ്പോൾ P8 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദിസ് ഈസ് P8ൻ്റെ ലാസ്റ്റ് ബിറ്റ് എവിടെയൊക്കെ 1 വരുന്നുണ്ട് എന്നുള്ളത് നോക്കുക. ലാസ്റ്റ് ബിറ്റ് ഈ കോമ്പിനേഷൻസിലൊന്നും വരുന്നില്ല. ലാസ്റ്റ് ബിറ്റ് D9, D10 അല്ലേ. ലാസ്റ്റ് ബിറ്റ് 1 ആണ്. ഇവിടെ D11ഉം ലാസ്റ്റ് ബിറ്റ് 1 ആണ്. D12 അതുപോലെ ലാസ്റ്റ് ബിറ്റ് 1. D13, D14, D15. ലാസ്റ്റ് ബിറ്റ് ഈസ് 1. അപ്പോൾ ഇത്രയും ബിറ്റ്സ് എടുക്കുക. സോ P8 ഡിപ്പെൻസ് ഓൺ D9, D10, D11, D12 അല്ലേ. D12 പിന്നെ D13, D14, D15. D13, D14 ആൻഡ് D15. സോ ഈ കോമ്പിനേഷൻസ് ആണ് നമ്മൾ 15 ബിറ്റ് ഹാമിംഗ് കോഡിന് യൂസ് ചെയ്യുന്നത് ഫോർ പാരിറ്റി 1, പാരിറ്റി 2, പാരിറ്റി 4, പാരിറ്റി 8. അപ്പോൾ ഗിവൺ ഡേറ്റ ബിറ്റിൻ്റെ സൈസ് 11 ബിറ്റ്സ് ആയിരിക്കും. ആ 11 ബിറ്റ്സ് ആസ് സച്ച് യൂസ് ചെയ്യുക. എന്നിട്ട് ഈ പാരിറ്റി ബിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കോമ്പിനേഷൻ അനുസരിച്ച് ഉള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈവൻ പാരിറ്റി ആണെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ പാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ ചെയ്ത പോലെ തന്നെ. സിമിലർലി നമ്മൾ 12 ബിറ്റ് ഹാമിംഗ് കോഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ 12 ബിറ്റ് ഹാമിംഗ് കോഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ ബിറ്റ്സ്, സോ ഡേറ്റ ബിറ്റ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 8 ബിറ്റ്സ് ആൻഡ് പാരിറ്റി ബിറ്റ്സ് വിൽ ബി
പാരിറ്റി ബിറ്റ്സ് വിൽ ബി 4 പാരിറ്റി ബിറ്റ്സും 8 ഡേറ്റ ബിറ്റ്സും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും പൊസിഷൻസ് പഴയതുപോലെ തന്നെ നമ്മൾ പൊസിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആ സെയിം റിലേഷൻ യൂസ് ചെയ്യാം, 2 power n. അപ്പോൾ n equal to 0 ആണെങ്കിൽ it is 2 power 0, that is 1. n equal to 1 ആണെങ്കിൽ you will get 2. n equal to 2 ആണെങ്കിൽ 4. ഇപ്പോൾ n equal to 3 ആണെങ്കിൽ 8. So this is for parity 1, this is for parity 2, this is for parity 4 and this is for parity 8. ആ പൊസിഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പാരിറ്റി 1 സെക്കൻഡ് പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ പാരിറ്റി 1, സെക്കൻഡ് പൊസിഷൻ പാരിറ്റി 2, ഫോർത്ത് പൊസിഷൻ പാരിറ്റി 4 ആൻഡ് എയ്ത്ത് പൊസിഷൻ പാരിറ്റി 8. എയ്ത്ത് പൊസിഷൻ പാരിറ്റി 8. ദെൻ n equal to 4 ൻ്റെ ആവശ്യമില്ല, ബിക്കോസ് n equal to 4 16 ആണ്. അപ്പോൾ നമുക്ക് 16th പൊസിഷൻ അവൈലബിൾ അല്ല, നമ്മുടെ മാക്സിമം സൈസ് 12 ബിറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം പഴയതുപോലെ തന്നെ. ആൻഡ് റിമൈനിങ് ബിറ്റ്സ് നമ്മൾ ഡേറ്റ ബിറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സോ ദിസ് വിൽ ബി ദ 12-bit ഹാമിംഗ് കോഡ്. പിന്നെ ഈ പാരിറ്റി ബിറ്റ്സിൻ്റെ ഡിപ്പെൻഡൻസീസ് കാൽക്കുലേറ്റ് ചെയ്യണം. P1, P2, P4, P8. ഇതും വളരെ സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ബിഫോർ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും പാരിറ്റി ബിറ്റ്സിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ P1 ആണെങ്കിൽ ഇത് നോക്കുക, ഈ ഒരു ഫസ്റ്റ് ബിറ്റ് 1 ആണല്ലോ ഇവിടെ. അപ്പോൾ എവിടെയൊക്കെയാണ് ഫസ്റ്റ് ബിറ്റ് 1 വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ D3 ഇവിടെ ഫസ്റ്റ് ബിറ്റ് 1 വരുന്നുണ്ട്, D5 വരുന്നുണ്ട്, D7 ഫസ്റ്റ് ബിറ്റ് 1 ആവുന്നുണ്ട്, D9 ഫസ്റ്റ് ബിറ്റ് 1 ആവുന്നുണ്ട്, D11 ഫസ്റ്റ് ബിറ്റ് 1 ആവുന്നുണ്ട്. അപ്പോൾ P1 ഡിപ്പെൻഡ്സ് ഓൺ D3, D5, D7, D9, D11. അത്രയേ ഉള്ളൂ. സിമിലർലി P2. അപ്പോൾ അതുപോലെ P2വിനും കാൽക്കുലേറ്റ് ചെയ്യുക. സോ P2 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ P2 സെക്കൻഡ് ബിറ്റാണ്, ഇതാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലയോ. സെക്കൻഡ് ബിറ്റ് ഈസ് 1. അപ്പോൾ ഇവിടെ വരുന്നുണ്ട് സെക്കൻഡ് ബിറ്റ് ഈസ് 1. ഇവിടെയും അതുപോലെ തന്നെയാണ്, സെക്കൻഡ് ബിറ്റ് ഈസ് 1. D7 സെക്കൻഡ് ബിറ്റ് 1. ഇവിടെ D10 സെക്കൻഡ് ബിറ്റ് ഈസ് 1. D11 ഈസ് ഓൾസോ സെക്കൻഡ് ബിറ്റ് 1. അപ്പോൾ ആ ബിറ്റ്സ് യൂസ് ചെയ്യുക. എന്താണ് D3, D6, D3, D6, D7, D10 ആൻഡ് D11. അപ്പോൾ സിമിലർലി P4 എങ്ങനെ, തേർഡ് ബിറ്റ് ഈസ് 1 അല്ലേ. തേർഡ് ബിറ്റ് 1 എവിടേക്കാണ് തേർഡ് ബിറ്റ് 1 വരുന്നത്? D6, D7, D12. ആ ബിറ്റ്സ് യൂസ് ചെയ്യുക. P4 ഈസ് P4 is D5, D6, D7, D12 അല്ലേ. P4 is D6, D7, D12. അപ്പോൾ അതുപോലെ സിമിലർലി P8 നോക്കുമ്പോൾ ഈ ബിറ്റ് ലാസ്റ്റ് ബിറ്റ് ആണല്ലോ 1. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ബിറ്റ് 1 വരുന്ന കോമ്പിനേഷൻസ് എടുക്കുക. സോ P8 ഈസ് D9, D10, D11, D12. അപ്പോൾ ഈ പാരിറ്റി കോമ്പിനേഷൻസ്, ഈ പാരിറ്റി ബിറ്റും ഈ ഡേറ്റ ബിറ്റ്സുമായിട്ടുള്ള കോമ്പിനേഷൻസ് യൂസ് ചെയ്യുക. നമുക്ക് വേണ്ടത് ഇപ്പോൾ ഡേറ്റ ബിറ്റ്സ് ഓൾറെഡി ക്വസ്റ്റനിൽ ഗിവൺ ആയിരിക്കും. നമുക്ക് വേണ്ടത് പാരിറ്റി ബിറ്റ്സിൻ്റെ വാല്യൂ. ആ പാരിറ്റി ബിറ്റ്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാമിംഗ് കോഡ് ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ പാരിറ്റി ബിറ്റ്സിൻ്റെ വാല്യൂ കിട്ടാൻ ഈ കോമ്പിനേഷൻസ് യൂസ് ചെയ്യുക. കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് സെറ്റ് ദ വാല്യൂ ഓഫ് P1 ഇൻ സച്ച് എ വേ ദാറ്റ് ഈവൻ പാരിറ്റി ഈസ് മെയിൻറ്റെയിൻഡ്. നമ്മൾ ഈവൻ പാരിറ്റിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈവൻ പാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഓഡ് പാരിറ്റിയാണ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെങ്കിൽ ഓഡ് പാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ബേസ്ഡ് ഓൺ ദാറ്റ് P1ൻ്റെയും P2, P4, P8ൻ്റെ വാല്യൂ സെറ്റ് ചെയ്യണം. നമ്മൾ 7-bit ഹാമിംഗ് കോഡിൻ്റെ എക്സാമ്പിൾസ് കണ്ടതുപോലെ. അപ്പോൾ ഹാമിംഗ് കോഡ്സ് നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ 15-bit പിന്നെ 15-bitൻ്റെയോ 12-bitൻ്റെയോ 1 or 2 എക്സാമ്പിൾസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.